श्रीयुतपदकमलं श्रीगुरो वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। दिवाचारं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ओम तत्सत्। हरे कृष्ण। നമ്മള് രാമായണത്തിന്റെ അവസാന നാളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ഫിലോസഫിയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതാണ് അവിടെ ലാഗിങ് വന്നു എന്ന് പറയുന്നത്. ഞാൻ പിന്നീട് ചിന്തിച്ചു. മുൻ ആഴ്ചകളിൽ കഥകൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ കഥയല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ക്രിയാവിശേഷം, ക്രിയമാർഗം എന്ന് പറഞ്ഞാൽ പൂജാവിധികള്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഫിലോസഫിക്കൽ പോയിന്റ്സ്, നമ്മൾ എന്തിനാണ് വിളക്ക് കൊളുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. ഇന്ന് രണ്ടും മിശ്രിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് 4ാമത്തെ ആഴ്ചയാണ്. കുറെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ കവർ ചെയ്യും. അങ്ങനെ രാമായണത്തിന്റെ 4ാമത്തെ വാരത്തിലേക്ക് ഗുരുവിന്റെ പേരിൽ, ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പേരിൽ എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു സെലിബ്രിറ്റി ഗസ്റ്റും കൂടെ ഉണ്ട്. പേര് ആതിര പത്മനാഭൻ എന്നാണ്. നേരത്തെ മുൻപ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മുടെ കോസ്മിക് എൻ്റെ CD ചെയ്ത കോസ്മിക് രാജൻ സാറിന്റെ ശിഷ്യയാണ്, അതോടൊപ്പം അധ്യാപികയും കൂടിയാണ്, മ്യൂസിക് ടീച്ചറാണ്. നമുക്ക് രാമായണം വായിക്കാൻ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. സ്വാഗതം. ഹരേ കൃഷ്ണ. ചില ഭാഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മള് ക്രിയമാർഗോപദേശം, പൂജാവിധികളെ പറ്റി പഠിച്ചു. ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വന്നത് 5 കടങ്ങളെ ഹനുമാൻ സുഗ്രീവനോടുകൂടി പ്രത്യുപകാരത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രത്യുപകാരം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കടപ്പാടുകളാണ്. ആ കടങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ അതുപോലെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ വലിയ ഭക്തിയായ സ്വയംപ്രഭ, ആ സ്വയംപ്രഭയുടെ സ്തുതി നമ്മൾ വായിച്ചു. സ്വയംപ്രഭ സ്തുതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, വായിച്ചു. പിന്നെ സമ്പാദി വാക്യം, ജടായു ശ്രേഷ്ഠന്റെ സഹോദരൻ സമ്പാദി അനുജനെ നഷ്ടപ്പെട്ടു എന്ന ചിന്തയാല് ആത്മഹത്യാ മുനമ്പിലേക്ക് നിൽക്കുമ്പോൾ ചന്ദ്രമാമുനി കാണുകയും ചന്ദ്രമാമുനി അവിടെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്? ഏതൊക്കെ കർമ്മങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ കർമ്മബന്ധനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്? അവസാനം ഭഗവാന് ശരണാഗതി നേടാനായിട്ട് നമുക്ക് 10 മാസം മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ
നമുക്ക് ജീവൻ കിട്ടുന്നുണ്ട്. ആ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ആ വേദനകളിൽ നിന്ന് വിടുതി കിട്ടാൻ ഭഗവാനോട് കൊടുക്കുന്ന വാഗ്ദാനവും ഒക്കെ നമ്മൾ കേട്ടു. പുറത്തു വരുമ്പോൾ മായ കാഴ്ചകളിൽ പെട്ടുപോവുകയും നമ്മൾ അതിനെപ്പറ്റി മറന്നു പോവുകയും ചെയ്യുന്ന, അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്ത് നമുക്ക് സങ്കടപ്പെടാനുള്ള കാരണം എന്ന് കൃത്യമായിട്ട് സമ്പാദിയോട് ചന്ദ്രമാമുനി പറയുകയും ചെയ്യുന്നു. ശേഷം സമ്പാദിയുടെ ചിറക് ശ്രീരാമപ്രഭുവിന്റെ അനുഗ്രഹത്താൽ മുളയ്ക്കും എന്ന് ചന്ദ്രമാമുനി ഉപദേശിക്കുകയും ചെയ്യും. സീതാദേവിയെ കാണുമ്പോഴത്തേക്കും സമ്പാദിയുടെ ചിറകുകളെല്ലാം തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ഭാവം കൂടെ നമ്മൾ കഴിഞ്ഞു. ധർമ്മം എവിടെയാണോ അവിടെയാണ് ഞാൻ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുവൻ നിൽക്കേണ്ടത്. അല്ലാതെ സ്വന്തം ബന്ധങ്ങളുടെ പേരിലല്ല എന്ന് കൃത്യമായി വിഭീഷണനിലൂടെ രാമായണം നമുക്ക് ഉപദേശിച്ചത്. അത് അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, മറ്റു ബന്ധുക്കളാകട്ടെ, മറ്റു ഗുരുക്കന്മാരാകട്ടെ. ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. അത് ഭഗവാനുമായിട്ട് ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരാരും അവരുടെ സ്ഥാനം അലങ്കരിക്കുന്നില്ല. ആ സ്ഥാനത്തെ നമുക്ക് ത്യജിക്കാം എന്ന് ഭാഗവതവും രാമായണവും പഠിപ്പിക്കുന്നു. അത് വിഭീഷണൻ നമുക്ക് കാണിച്ചു തരും. നമ്മള് ഈ ഭൂമിയിൽ ജനിച്ചത് എന്തുകൊണ്ടാണ്? സമ്പാദിയിലൂടെ ചന്ദ്രമാമുനി പറയുന്നു. ലക്ഷ്മണനോടും ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചത് ഇത് തന്നെ. ഇന്ന് ചെറിയൊരു സംഭാഷണം രണ്ടുപേർ തമ്മിലുണ്ട്. ഒരു വഴിക്ക് പോയ സമയം അതില് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഒരു പ്രായം ചെല്ലുമ്പോൾ വഴി തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം വളരെ സിമ്പിളായിട്ട് കണ്ടെത്തി. നമുക്ക് ആത്മീയമായി അച്ചടക്ക ബോധമില്ല. നമുക്കില്ലാത്തതിനെ മറ്റുള്ളിടത്ത് കാണുമ്പോൾ അതിനൊരു ആകർഷണം ഉണ്ടാകും. അപ്പം നമ്മള് ബേസിക്കലി ഒരു ആത്മീയ ഗുരുവിനെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല, ശാസ്ത്രപ്രകാരം ജീവിക്കുന്നില്ല. വഴിവിട്ട ഒരു ജീവിതം പോലെ പോകുമ്പം നല്ല ഒരു അച്ചടക്ക ബോധമുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആകർഷണമുണ്ട്. പക്ഷേ ആ അച്ചടക്ക ബോധം, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ബേസിക് റീസൺ, റൂട്ട് കാസ്. രാമായണം പഠിപ്പിക്കുന്നത് അച്ചടക്ക ബോധമാണ്, ശരണാഗതിയാണ്, മന്ത്രജപമാണ്. ഇതേ കൊള്ളു വഴി. ദിസ് ഈസ് ഓൺലി ദ വേ. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തൈവ ഗതിരന്യത. ഇത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. അങ്ങനെ വിഭീഷണൻ ജ്യേഷ്ഠനെ, രാവണനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ലങ്ക വിടുകയാണ്. നേരെ പോയത് ശ്രീരാമസന്നിധിയിലേക്കാണ്. അവിടെ വാനരസേനയും മന്ത്രിമാരൊക്കെ പറയും, ഇത് ശത്രുപക്ഷത്തു നിന്ന ഒരാളാണ്, കൂടെ കൂട്ടരുത്, സംശയമുണ്ട്, ഒരു പക്ഷെ ചാരനായിരിക്കാം എന്നൊക്കെ പറയുമ്പോഴും ശ്രീരാമചന്ദ്ര പ്രഭു പറയും, ചാരനാണെങ്കിലും എന്താണെങ്കിലും ആശ്രയം തേടി വന്ന ഒരാളാണ്, തീർച്ചയായിട്ടും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. എന്നേ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. ചേച്ചി കിട്ടിയോ? യുദ്ധകാണ്ഡത്തില് വിഭീഷണൻ ശ്രീരാമസന്നിധിയില് അതില് 1-2 പേജ് കഴിയുമ്പോൾ പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടുവിടുവിൻ, എന്നെ ചതിപ്പിതിൻ ആരുമില്ലെങ്ങുമേ. ശ്രീരാമേന്ദ്ര പ്രഭു പറഞ്ഞു, എന്നെ ഒരിക്കലും ചതിക്കാൻ പറ്റുകയില്ല. ചതിയന്മാരിൽ ചതിയനാണ് ഞാൻ എന്ന് പറയുന്നത്, ചൂതുകളിൽ വഞ്ചകനാണ് ഞാൻ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് പറഞ്ഞു. പിന്നെ വിശേഷിച്ചൊന്നും അതെ,
സുശീം പ്രഭു ആ ശ്ലോകം ഓർമ്മ വരുന്നുണ്ടോ? ദ്യൂതം ചലേതാമസി സംതിങ് അങ്ങനല്ലേ? വഞ്ചകന്മാരിൽ വഞ്ചകനും ചൂതുകളിൽ അങ്ങേറ്റവും വലിയ ചൂതുകളിക്കാരനുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഉറപ്പാണ്, അല്ലെങ്കിൽ അതാണ്, ആ സന്ദേശമാണ് ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ വന്നത്. എന്നെ ചതിപ്പതിൻ ആരുമില്ലെങ്ങുമേ ലോകപാലന്മാരായ. വായിച്ചോളൂ, അത് തന്നെ, എന്നെ ശരണമെന്ന് ഓർത്തിങ്ങ, അതൊട്ട് വായിച്ചോളൂ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചൊന്നും കേട്ടിടുവെന്നെ ചതിപ്പവൻ തിന്നാരുമില്ലെങ്ങുമേ. ലോകപാലകന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ അവരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവൻ ചൊല്ലവനെ മടിയാതെ. ബഗ്രിയായതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാനൂനമെന്നറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിനാൻ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നോക്കൂ എത്ര കൃത്യമായിട്ട് ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടുവാൻ. ഓരോ സ്തുതി കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ മെസ്സേജുകൾ കഴിയുമ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ സന്ദേശമുണ്ട്. ശ്രീരാമപാദാന്തികെ വീണു നമസ്കരിച്ചിടുവാൻ. സാഷ്ടാംഗം, അവിടെ ശരണാഗതി തേടുക എന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് വിഭീഷണനെ ശ്രീരാമചന്ദ്ര പ്രഭു വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് വരുമ്പം വിഭീഷണൻ പറയും, ഞാൻ ശത്രുവല്ല, ഞാൻ അങ്ങയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുന്ന വളരെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. ഭക്തപ്രിയനായ ലോകൈകനാഥനേ ആതിര. ഭക്തപ്രിയനായ ലോകൈകനാഥനേ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമഃ ചണ്ഡകോദണ്ഡധരായ നമോ നമഃ പണ്ഡിതഹൃൽ പുണ്ഡരീക ഝണ്ഡാംശവേ ഖണ്ഡ പരശുപ്രിയയായ നമോ നമഃ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ വിശ്വോത്ഭവസ്ഥിതി സംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ നിത്യമനാദി ഗൃഹസ്ഥായ ദേ നമഃ നിത്യായ സത്യായ ശുദ്ധായ ദേ നമഃ ഭക്തപ്രിയായ ഭഗവതേ രാമായ
വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണം സന്തതം ജംഗമാജംഗം അഭൂതങ്ങൾ അന്തർബഹിർ വ്യാപ്തനാകുന്നതും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ സന്തതം ജംഗമഭൂതങ്ങൾ അന്തർ ബഹിർ വ്യാപ്തനാകുന്നതും ഭവാൻ. നോക്കൂ, അകവും പുറവും എല്ലാം ഭഗവാൻ. സന്തതം ജഗതം എല്ലാ ഭൂതങ്ങളെയും സർവസ്ഥിജാഹം ഹൃദയസന്നിവിഷ്ടവും മത്ത സ്മൃതിജ്ഞാനം അബോധനം ച വേദയിച്ച സർവേരഹമേവ വേദ്യു വേദാന്തകൃത് വേദവിദേവചാഹം. ഭഗവാനെ എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് വിഭീഷണൻ സ്തുതിച്ച് ശരണാഗതി പ്രാപിച്ച് ശ്രീരാമചന്ദ്രനോടൊപ്പം നിന്നു. അദ്ദേഹത്തിന് വേറെ ഒരു അറിവുമില്ല, വേറെ ജ്ഞാനവുമില്ല, വേറൊരു പാണ്ഡിത്യവും വിഭീഷണനില്ല. അപ്പൊ അങ്ങനെ വിഭീഷണൻ സ്തുതിച്ച് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൂടി വീണ്ടും പറയുന്നുണ്ട്, പാദാംബുജം നമസ്തേ ഭവസാഗര. ശുഭമാതാജി ഉണ്ടോ? പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. വിഭീഷണൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ആ സ്തുതിയെല്ലാം കഴിഞ്ഞിട്ട്. ശുഭമാതാജി ഉണ്ടോ കയ്യില് രാമായണം? ഇല്ല പ്രഭു. പാദാംബുജം നമസ്തേ. ഞാൻ PDF പേജ് ഇനി അയച്ചത്, നോക്കട്ടെ എന്തേലും ഉണ്ടോ. നമസ്തേ ഭവസാഗരം ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ചേച്ചി കിട്ടിയോ? ഭക്തി പരവശനായി സ്തുതിച്ചേടിന ഭക്തി പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുക്തസ്മിത പൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ. ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നോക്കൂ, എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മൾ ഒന്നും വിളക്ക് കൊളുത്തൊന്നും ചെന്ന് പറയണം. ഈ ഒരു 2 വരി പാഠ്യമാണ്. 2 വരി. ഇത് തന്നെയാണ് പ്രാർത്ഥന, ഇത് തന്നെയാണ് ശരണാഗതി. പാദാംബുജം നമസ്തേ ഭവസാഗരേ ഭീതനാണ് എന്നെ രക്ഷിച്ചുകൊള്ളേണം. നമ്മളെല്ലാം ഈ ലോകത്തിൽ ഭയപ്പെട്ടവരാണ്. എല്ലാവർക്കും ഓരോ പദത്തിലും ഓരോ ചുവടിലും ഭയമാണ്. എന്താണ് ഭയം? മരണഭയം. ഒറ്റ കാര്യം, ശരണാഗതി പ്രാപിച്ച് ഈ 2 വരി മാത്രം വിളക്കൂട്ടിട്ട് ചൊല്ലിയാൽ മതി. പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. എത്ര മനോഹരമാണ്. അപ്പൊ അങ്ങനെ വിഭീഷണൻ, പിന്നെ ശുഗനും വരുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും, അവിടുത്തെ വാനരന്മാരും പറയും, ഇവൻ രാവണന്റെ മെസ്സഞ്ചറായിട്ട് വന്നവനാണ്, ഇവനെ വെറുതെ വിട്ടുകൂടാന്ന് പറയും. അപ്പം ശ്രീരാമേന്ദ്ര പ്രഭു അവിടെയും പറയും, അവനൊരു ദൂതനാണ്, അവൻ വന്നിട്ട് അവന്റെ സന്ദേശം തരും. അതുപോലെ തന്നെ നമ്മുടെ പ്രഭാവങ്ങളെല്ലാം നമ്മൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു വിടണം, അതാണ് ഉചിതം എന്ന് പറയും. വളരെ മനോഹരമായിട്ട് ശുഗനും ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിളിക്കുന്നുണ്ട്. രാമ പ്രഭു കാരുണ്യവാരിതേ. നോക്കൂ, രാമായണം മുഴുവൻ സ്തുതികളാണ്. രാമ പ്രഭു കാരുണ്യവാരുതേ. ചേട്ടാ, രാമനാഥ പരിത്രാഹി രഘുപതേ. പ്രഹ്ലാദൻ ചേട്ടാ വായിച്ചോളൂ ശുഗബന്ധനത്തിൽ. രാമ പ്രഭു കാരുണ്യവാരിതേ. രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല
പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരാഹദോഹം പ്രഭാഹിമാം. ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളണം എന്ന് പറയാണ്. ദൂതരെ ആരും കൊല്ലത്തില്ല. ശുഗനെ കൊല്ലണം എന്ന് പറഞ്ഞപ്പം രാമേന്ദ്ര പ്രഭുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീരാമേന്ദ്ര പ്രഭു ശുഗനെയും വളരെ സന്തോഷപൂർവം സ്വീകരിച്ച് ആ മെസ്സേജ് എല്ലാം കേട്ടിട്ട് തിരിച്ച് വളരെ സന്തോഷപൂർവ്വം വിടും. എന്നിട്ട് ശുഗൻ ചെന്നിട്ട് രാവണ സന്നിധിയിൽ ചെന്നിട്ട് ശുഗൻ രാവണന് മെസ്സേജ് എല്ലാം കൊടുത്തിട്ട് ഉപദേശിക്കുകയും ചെയ്യും. ഇനിയും നിനക്ക് സമയമുണ്ട്, സമയമായില്ല പോലും അല്ല, ഇനിയും സമയമുണ്ട് എന്ന് രാവണനോട് ഉപദേശിക്കും. അങ്ങനെ ശ്രീരാമേന്ദ്ര പ്രഭു യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും കൂട്ടി തയ്യാറെടുത്തുകൊണ്ട് നേരെ ആരുടെ അടുത്ത് വരുന്നു? സമുദ്രത്തിന് എഴുതുക, സേതുബന്ധനം, സമുദ്രത്തിലേക്ക് വരികയാണ്. അവിടെ വരുണനെ കാണുന്നില്ല. വരുണന്റെ ഗർവ്, ആ ഒരു അഹങ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീരാമേന്ദ്ര പ്രഭുവിന് വളരെ കുറച്ചു നേരം കാത്തിരുന്നു. വളരെ ദേഷ്യം വന്നു. ഇത്രയും വലിയ ദേഷ്യം പിന്നെ രാവണനോടാണ് ശ്രീരാമേന്ദ്ര പ്രഭു കാണിക്കുന്നത്. ഭയങ്കര ദേഷ്യം. ആ ദേഷ്യത്തിൽ അവിടെ അഗ്നി ജ്വലിച്ചു. അങ്ങനെ വരുണൻ കയറി വന്നു, മാപ്പപേക്ഷിച്ചു. അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് വരുണനും സ്തുതിക്കുകയാണ് ശ്രീരാമേന്ദ്ര പ്രഭുവിനെ. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗത്പദേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമ രമാപതേ. രാമ രമിപ്പിക്കുന്നവനെ, രമാപതേ, സീതാദേവിയുടെ ഭർത്താവേ, പതിയെ, രമാപതി. ഈ സന്തോഷത്തിന്റെ നാഥനാണ് ഭഗവാൻ. അങ്ങയോട് ഞാൻ അറിവില്ലായ്മ കൊണ്ട് വരാതിരുന്നതാണ് സമയത്തിന് എന്ന് പറഞ്ഞിട്ട് വരുണദേവൻ ആ സമുദ്രത്തിന്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്തും. എന്നിട്ട് വീണ്ടും വരുണൻ സ്തുതിക്കുന്നുണ്ട്. ശ്രീരാമദേവം പരം ഭക്തവത്സലം, ശ്രീരാമദേവം പരം ഭക്തവത്സലം. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ. അതാണ് ഇവിടെ പറയുന്നത്. കാരണപുരുഷം കാരുണ്യസാഗരം, കാരണപുരുഷം ഈശ്വര പരമകൃഷ്ണ, സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വരുണൻ സ്തുതിച്ചത് പച്ച മലയാളത്തോട്. ബ്രഹ്മാവ് പറഞ്ഞ അതേ വരികൾ. കാരണം കാരണപുരുഷം കാരുണ്യസാഗരം, നാരായണം ശരണ്യം പുരുഷോത്തമം, ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ, രാമചന്ദ്രാഭയം ദേഹിമീ സന്തതം. അങ്ങേ ഞാൻ അഭയം പ്രാപിക്കുകയാണ്. മറ്റാരും എനിക്ക് അഭയം തരാനില്ല, സംരക്ഷിക്കാനില്ല, രക്ഷിക്കാനില്ല എന്ന് ആര് പറയുന്നു? വരുണദേവൻ പറയുന്നു. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ അവസാനം സേതുബന്ധനമൊക്കെ കഴിഞ്ഞു. അവിടെ ചെന്നിട്ട് രാമേശ്വരത്തെത്തും. മറുകരക്കെത്തുമ്പോ രാമേശ്വരത്തെത്തുമ്പം ആ രാമേശ്വര മഹാത്മ്യം, ആ ചില വരികൾ. പാപകരമായ ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥായ, പൂജിച്ചു വന്ദിച്ചു പറ്റാ നമസ്കൃത്യ രാജീവലോചനമേ മരുൾ ചെയ്തു. ശ്രീരാമേന്ദ്ര പ്രഭു പിന്നെ പറയുകയാണ്, യാതൊരു മർത്യൻ ഇവിടെ വന്നാദരാൻ, യാതൊരു മർത്യൻ, ഏതൊരു മനുഷ്യൻ, ഏതൊരു ജീവി ഇവിടെ വന്ന് ആദരാൻ ഭക്തിപൂർവം സേതുബന്ധനം കണ്ടു രാമേശ്വരനെയും. സേതുബന്ധനമൊക്കെ കണ്ട് ആ കഥകളൊക്കെ സ്മരിച്ചുകൊണ്ട് രാമേശ്വരനെയും ആ രാമേശ്വരത്ത് പൂജിക്കുകയാണെങ്കിൽ ഭക്ത്യാ ഭജിക്കുന്നതിപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടും വേർപെട്ടു. ബ്രഹ്മഹത്യാദി പാപങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് പറയും. ഈ സേതുബന്ധനമൊക്കെ അതൊക്കെ നമ്മൾ പോയി കാണണം. ഏതൊരുവൻ പോയി കണ്ടോ? രാമേശ്വരത്ത് നമ്മൾ നമസ്കരിച്ചോ? അവന്റെ ബ്രഹ്മഹത്യാ പാപങ്ങളെല്ലാം ആ ജന്മത്തിലുള്ളത് നശിച്ചു പോകും എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു തന്നെ നമുക്ക് ഉറപ്പു തരുന്നു.
അങ്ങനെ അങ്ങോട്ട് പോകുമ്പം പിന്നെ യുദ്ധാരംഭമാണ്. യുദ്ധാരംഭത്തില് ശുഗദേവ ഗോസ്വാമി ശുഗൻ, ക്ഷമിക്കണം, ഭാഗവതം കൂടെ മിക്സ് ആയിപ്പോയി. ശുഗൻ അങ്ങനെ രാവണനെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്, വളരെ രസമാണ്. അവിടെ ഇങ്ങനെ വരുന്നത്, ദേവവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേരവും ശ്രീരാമദേവനും മനുഷ്യനല്ല ആദിനാരായണനാം പരം പുരുഷോത്തമൻ. രാവണ, ഇത് വെറും മനുഷ്യനല്ല, ആദിദേവനാണ്, പുരുഷോത്തമനാണ്, സാക്ഷാൽ വിഷ്ണുവാണ്. പിന്നെ പറയും, നാരായണനാം പരൻ പുരുഷോത്തമൻ, സീതയാകുന്നത് യോഗമായ ദേവി, സോദരൻ ലക്ഷ്മണനായ അനന്തനും, ലക്ഷ്മണദേവൻ ഭഗവാന്റെ അംശാവതാരമായ അനന്തനാണ്, ബലരാമനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് വീണ്ടും വളരെ വലിയൊരു ഉപദേശമാണ് രാവണൻ കൊടുക്കുന്നത്. ഏറ്റവും വലിയ ഉപദേശമാണ് എനിക്ക് തോന്നുന്നത് ശുഗൻ കൊടുക്കുന്നത്. അവസാനം വീണ്ടും പറയുകയാണ്, രാമരാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും, സത്സംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം. കിട്ടിയോ ചേച്ചി? ദേവം മരതക കാന്തികാന്തം രമാസേവിതം. കിട്ടിയോ? ചാപബാണായുധം രാഘവം. ഇത് ശുഭസംവാദാണോ? ഏറ്റവും അവസാന പേജുകളാണ് വരുന്നത്. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. അവനെ ഉപദേശിക്കുകയാണ്, നീ അങ്ങ് നിരന്തരം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ധ്യാനിക്കുക. സതതം കീർത്തയന്തോ മാം. ശ്ലോകം ലഘൂകരിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം ദൃഢവ്രതാഹ. നന്ദന ഓർമ്മയുണ്ടോ? സതതം കീർത്തയന്തോ മാം ദൃഢവ്രതാഹ നമസ്യന്ത നിത്യയുക്ത ഉപാസതി. ആരാ പറഞ്ഞ? സുരേഷ്. സതതം എന്നെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. സതതം കീർത്തിയന്തോ മാം ദൃഢതമമായി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ. നമസന്തെച്ച മാം ഭക്തി, അങ്ങനെ എന്നെ ധ്യാനിച്ച് നമസ്കരിക്കുന്നവരിൽ മാം ഭക്ത്യ നിത്യയുക്ത ഉപാസി, അവരിൽ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ലെന്ന് പറയുന്നു. ഈ ഒരു സന്ദേശമാണ് ശുഗൻ രാവണനോട് പറയുന്നത്. എന്നിട്ടും രാവണൻ ഒന്നും കേൾക്കുന്നില്ല, ഹിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് പിന്നെ വന്നിട്ട് ഹനുമാന്റെ ആ ഒരു ദേഷ്യ ഭാഗമുണ്ട്. ഹനുമാൻ ആദ്യം വന്നപ്പം വളരെ ലളിതമായിട്ട് സമാധാനത്തോടെ വന്ന് രാവണനെ പറഞ്ഞ് എളിമയോടെ പറഞ്ഞ് ഉപദേശിച്ച്, പക്ഷേ തിരിച്ച് വളരെ ക്രൂരമായിട്ടാണ് പറഞ്ഞു വിട്ടത്. അപ്പം അതേ ഹനുമാൻ ശ്രീരാമ ഭഗവാനോട് ചേർത്ത് വന്നപ്പം ആ എളിമയെല്ലാം പോയി. വളരെ ദേഷ്യഭാവത്തോടെ ഹനുമാൻ രാവണനോട് ഒരു വാണിഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. ജാനകി ചോരനെ കണ്ടൊരു നേരത്ത് വാനരനായാകിയ മാരുതി. രാവണനെ കണ്ടപ്പം അവിടെ ഹനുമാൻ വിശേഷിപ്പിച്ചു, നീ ജാനകി ചോരന. രാവണ നോക്കണം, ഏഴാമത്തെ പുത്രി യോഗമായ ആകാശത്ത് നിന്നുകൊണ്ട് കംസനൊരു വാണിംഗ് കൊടുത്തു. ഹേ മൂർഖ കംസ, നിന്റെ അന്തകൻ ഈ മധുരാപുരിയിൽ ജനിച്ചിരിക്കുന്നു. അതേ സന്ദേശമാണ് ഹനുമാൻ ദേവൻ രാവണന് കൊടുക്കുന്നത്. രാവണ, നിന്റെ അന്തകൻ ഇവിടെ എത്തിയിരിക്കുന്നു.
അതുകൂടാതെ വാനരന്മാരുടെ കൈകളുണ്ടാണ് ഒരു പക്ഷെ നിനക്ക് മരിക്കാൻ യോഗം. എന്തായാലും നിന്റെ മരണം അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു. അവസാനം ശ്രീരാമചന്ദ്ര പ്രഭു രാവണന് കൂടുതൽ ഭയമാണ് ഉണ്ടാകുന്നത്. അതായത് മേഘനാഥനെ വധിക്കുന്നു, ഇന്ദ്രജിത്തിനെ വധിക്കുന്നു. കുംഭകർണനോടത്ത് പോകും. കുംഭകർണന്റെ അടുത്ത് കാര്യങ്ങൾ പറയും. വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. അപ്പൊ കുംഭകർണൻ ആദ്യം രാവണനെ ഉപദേശിക്കും. അങ്ങനെയാണ് നല്ലവർ, വളരെ സമാധാനത്തോടെ കേട്ടിട്ട് ഉപദേശം. അതാണ് രാമായണം പറയുന്നത്. എത്ര ദേഷ്യപ്പെട്ട് വരുമ്പോഴും സമാധാനത്തോടെ കേട്ടിട്ട് നമ്മൾ അവരെ ഉപദേശിക്കുക. കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ്. അത് അവന്റെ യോഗം. അവിടെ കുംഭകർണന്റെ നീതിവാക്യം, ചേച്ചി കുംഭകർണന്റെ നീതിവാക്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നേരെ ചാടുകയാണ്. ഞാന് വായിക്കാൻ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഒരു മിനിറ്റ്. കിട്ടിയോ? ഒരു മിനിറ്റ്. 1960. ഒരു മിനിറ്റ്. നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ കുംഭകർണൻ വളരെ മനോഹരമായിട്ട് രാവണനെ ഉപദേശിക്കുന്ന ഒരു ദേവദേവേശനാം അല്ലേ? അതെ, ദേവദേവേശനാം വിഷ്ണു ഭഗവാനേ. അതിരാ ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കതേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്രപുത്രനതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതു മർത്യനാൽ എന്നിയെ മൃത്യുവിൽ വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് തീർത്തിടുവാൻ ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരനുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കുവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ത്യവരമളൻ മനുഷ്യ വേഷം പൂണ്ട രമനേ ഗായേന മനസ്സാ ഭജിക്കനേ ഭക്തി കണ്ടാൽ പ്രസാദിക്കും
ഭജിക്കും രഘുത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാമതും ചൊല്ലുവൾ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകും ശിവൻ പരൻ മാനുഷാകരനാം രാമനാകുന്നതും. താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമ ദേവനെ തന്നെ ഭജിക്കനേ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു. രാപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. രാമാവതാരം സമവല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും. വളരെ മനോഹരമായിട്ട് കുംഭകർണൻ സ്വന്തം സഹോദരനെ ഉപദേശിക്കുന്നു. രാമനാമം കൊണ്ട് മാത്രമേ ഈ മോക്ഷം കിട്ടുകയുള്ളൂ കുംഭകർണ സഹോദര എന്ന് പറയും. നാമസങ്കീർത്തനം യസ്യ, ഭാഗവതം വളരെ മനോഹരമായിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തമാമി ഹരിംബരം. നാമസങ്കീർത്തനം കൊണ്ട് ഒന്നു മാത്രമാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്, പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നത്. ജ്ഞാനസ്വരൂപനാകുന്നവൻ ശിവൻ പരൻ മാനുഷാകാരൻ. ഈ അങ്ങ് വളരെ വേദാന്തിയാണ്, മഹാദേവ ഭക്തനാണ്. ഈ ശിവൻ മറ്റാരുമല്ല, കൃഷ്ണൻ തന്നെയാണ്. അതാണ് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നത്. രുദ്രാണാം ശങ്കരച്ചാസ്മി, 11 രുദ്രന്മാരിൽ ശിവൻ എന്നെ പ്രതിനിധാനം ചെയ്തു. ഇത്ര വളരെ മനോഹരമായിട്ടാണ് വാൽമീകി രാമായണം രചിച്ചിരിക്കുന്നത്. എത്ര ജ്ഞാനത്തോടെയാണ്, എത്ര ഭക്തിയോടെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ മുമ്പിൽ 3 വെളിപ്പെട്ട ശാസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ: രാമായണം, മഹാഭാരതം അഥവാ ഭഗവത്ഗീത, ശ്രീമദ് മഹാഭാഗവതം. ഈ 3 ഗ്രന്ഥങ്ങളിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് വിഷ്ണു സ്മരണം, ഭഗവാനെ മാത്രം സ്മരിച്ചാൽ മതി. അത് തന്നെയാണ് ഉപായം, അത് തന്നെയാണ് രക്ഷ, അത് തന്നെയാണ് ഗതി. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് കുംഭകർണനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും കേൾക്കില്ല. അത് യോഗം, കേൾക്കത്തില്ല. അങ്ങനെ കുംഭകർണൻ മരിക്കാൻ റെഡിയായിക്കൊണ്ടാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൈകൊണ്ട് തന്നെ അല്ലേ മരിക്കുന്നത്. എനിക്ക് മോക്ഷം അങ്ങനെ തന്നെയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഈ രാക്ഷസനിൽ നിന്ന്, ഈ നിരീശ്വരനിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ, കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൈകളാൽ മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കുംഭകർണൻ പോകുന്നത്. അങ്ങനെ കുംഭകർണൻ യുദ്ധത്തിൽ മരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ സമയത്ത് നാരദ മഹർഷി വരുന്നുണ്ട്. എല്ലാത്തിനും സാക്ഷിയായിട്ട് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള നാരദ മഹർഷിയോടെ വന്നിട്ട് നാരദ മഹർഷി ഭഗവാനെ, ഇനി അങ്ങോട്ട് പോലുള്ള ഫുള്ള സ്തുതികളാണ്. നാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ശ്രീധരാ ശ്രീനിജേ ശ്രീ പുരുഷോത്തമാ അതിര.
ശ്രീധരാ ശ്രീധരാ ശ്രീനിചേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവ ദേവേശ ജഗന്നാഥ നാരായണാഖിലാധര നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തി പരബ്രഹ്മമേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞാന സ്വരൂപനായി സർവദാ സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സദാ വ്യക്തനായ അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി തപസീന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാന രൂപീണം സർവലോകാധാരവാദ്യം നമോ നമഃ തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാത്ത ബോധമുണ്ടായി വരികയുമില്ല ത്വൽപാദാപദ്മങ്ങൾ കണ്ടു സേവിപ്പതിന്നിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭോ നിൻ കൃപാ വൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ കോപാഗമദ്വേഷമത്സര ഗാർഭണ്യ ലോപമോഹാദി ശത്രുക്കളും ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ തൊൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് ഇപ്രപഞ്ചത്തിങ്കൽ ഒക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരദ മഹർഷി വളരെ വളരെ മനോഹരമായിട്ടാണ് കുറേ കാര്യങ്ങൾ സ്തുതിക്കുകയാണ്. എങ്ങനെ ഒരുപാട് തത്വങ്ങൾ അതിനകത്ത് ഉപദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാരദ മഹർഷി ഭഗവാനെ പറ്റി ഓർമ്മിക്കുന്നുണ്ട്. ഒന്ന്,
സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളിലുള്ളിലെ ജീവസ്വരൂപനായി സദാ അവ്യക്തനായി വ്യക്തനായി അതിസ്വസ്ഥനായി. ഇവിടെ സത്യസ്വരൂപനായി സർവേ ലോകേശനായി എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ സ്തുതി ചെയ്യുന്നു. നമ്മൾ എപ്പോഴും പറയുകയാണ് സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അബോധനം ച. പിന്നെ വേറൊരു ശ്ലോകം കൂടെ വരുന്നുണ്ട്. ഏതാണ് വേറെ ശ്ലോകം വരുന്നത്? ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൽ ബീജം മാം സർവഭൂതാനാം നന്ദന. ഓർമ്മ വരുന്നുണ്ടോ? 7-ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ച അധ്യായമാണ്. ബീജം മാം സർവഭൂതാനാം പറഞ്ഞു. വിദ്ധിപ്പാർത്ഥ സനാതനം. വിദ്ധിപ്പാർത്ഥ സനാതനം. ബുദ്ധിർ ബുദ്ധിമിതാമസ്മി തേജസ്വിനാമഹം. അതിന്റെ അർത്ഥം കൂടെ വായിച്ചോളൂ സുശീൽ പ്രഭു. ഹേ കുന്തിപുത്ര, സർവജീവജാലങ്ങളുടെയും ആദി ബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ. വീണ്ടും നാരദ മഹർഷി ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നുണ്ട്, ചിത്ഖനാത്മാവായി ശിവനായി നിരീഹനായി. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം ഭഗവാൻ തന്നെയാണ്. രുദ്രാണാം ശങ്കരച്ചാസ്മി. വീണ്ടും പറയുന്നതാണ്. പിന്നെന്താ? രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു. രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു. നാനാവിധത്തിലുള്ള അവതാരങ്ങളിലൂടെ വന്നിട്ട് ഞാൻ ശിക്ഷിക്കും, അസുരന്മാർക്ക് ശിക്ഷ കൊടുക്കും. ഏത് ശ്ലോകമാ വരുന്നത്? എന്നിട്ട് ഞാൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കും, സംരക്ഷിക്കും. ഏത് ശ്ലോകമാ വരുന്നത് ഭഗവത്ഗീതയില്? വിസ്മയ, ഏത് ശ്ലോകം വരും? നന്നു, നമ്മൾ പഠിച്ചതല്ലേ? ഗ്ലാനിർഭവതി ഭാരത, നമ്മൾ പഠിച്ചതല്ലേ? കുളു കുളു ഏതാ? നന്നു കുളു ഗ്ലാനിർഭവതി ഭാരത. ചെല്ലിക്കുളു. ചെല്ലു. തദാത്മാനം സൃജാമഹം പരിത്രാണായ സാധൂനാം വിനാശായ ധർമ്മ സംസ്ഥാപനായ സംഭവാമി യുഗേ. ഇത്ര വളരെ മനോഹരമായിട്ടാണ് നാരദ മഹർഷി ഇതെല്ലാം ക്യാപ്സ്യൂൾ പരുവത്തില് ഭഗവാനെ പറ്റി ഓർമ്മിക്കും. നമ്മളിതാ വേണ്ടത്. ഇതെല്ലാം പഠിച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരണം. കാര്യം പരമ്പൊരുളാണ് ഭഗവാൻ എന്ന് അന്നേരമേ നമുക്ക് മനസ്സിൽ വരാൻ പറ്റത്തുള്ളൂ. പരമ്പൊരുളാണ് അങ്ങെന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നിട്ട് വീണ്ടും പറയുകയാണ് നാരദ മഹർഷി, സർവലോകാധാരമാദ്യം നമോ നമ. സർവലോകാധാരമാദ്യം, എല്ലാ ലോകങ്ങളും എല്ലാവരുടെയും ആരാധ്യ പുരുഷൻ. അത് ഭഗവത്ഗീതയിൽ വീണ്ടും കൃത്യമായിട്ട് അർജുനൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 10-ാമത്തെ ചാപ്റ്റർ ചതുശ്ലോകി ഭഗവത്ഗീത കഴിഞ്ഞിട്ട് അർജുനന്റെ റിയലൈസേഷൻ. പരം ബ്രഹ്മ പരം ധാമ. ആര് പറയും? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഗുസ്ത ഋഷയ സർവേ ദേവർഷിർ നാരദസ്തത. ജയപ്രകാശ് പ്രഭു. അസിതോ ദേവലോ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. നാരദ മഹർഷി അത് ഓർമ്മിക്കുക. ഇവിടെ പരം പുരുഷനാണ്. അർത്ഥം കൂടെ വായിച്ചോളൂ ജയപ്രകാശ് പ്രഭു.
അർജുനൻ പറഞ്ഞു, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭഗവാൻ തന്നെ. സനാതനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നിപ്പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അവിടെ കൃത്യമായിട്ട് പറയുന്നു, അസിതൻ, ദേവലൻ, വ്യാസൻ. ആ നാരദ മഹർഷി അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെന്താ, പിന്നെ വീണ്ടും പറയുന്നു, വായിക്കൂ. നാരദ മഹർഷി പറയുകയാണ്, കോപകാമദേശ മത്സര്യ കാർപ്പണ്യ ലോഭ മോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ. കാമക്രോധ ലോഭ മത മാത്സര്യം ഇത് കൊണ്ട് നടക്കുന്നവന് ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങ് അപ്രാപ്യനാണ്. അങ്ങ് അപ്രാപ്യനാണ്. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമഃ അങ്ങനെയുള്ളവർക്ക് നാശമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും പറയുന്നത്, താപത്രയ വിനാശായ. നമ്മൾ സ്തുതിക്കാണ്, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. 3 ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതിനെ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പം ഈ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യം ഇതെല്ലാം നമ്മളിൽ നിന്ന് അറിയാതെ വിട്ടുപോകും. അപ്പൊ അങ്ങനെ അത്രയും പറഞ്ഞ് വീണ്ടും പറഞ്ഞു നിർത്തുന്നില്ല. നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. നോക്ക് എത്ര വളരെ മനോഹരമായിട്ട് നാരദ മഹർഷി പറയണ, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ നാമം സന്തോഷത്തോടെ പാടി പാടി നടക്കാനുള്ള അനുഗ്രഹം തരണമേ. നമുക്കും ഇവിടെ പ്രാർത്ഥിക്കാം. കൃഷ്ണ ഭഗവാനെ, ശ്രീരാമചന്ദ്ര പ്രഭു മനസമാധാനത്തോടെ ആനന്ദത്തോടെ അങ്ങേ എന്നും എന്നും സ്മരിക്കാനും വിളിക്കാനും ജപിക്കാനുമുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഇതിൽ പരം ആഗ്രഹം വേറെന്താ വേണ്ടത്? എന്നും ഭഗവാനെ, എന്നും മനസമാധാനത്തോടെ ആനന്ദത്തോടെ ശാന്തിയോടെ അങ്ങേ സ്മരിക്കാനുള്ള, വിളിക്കാനുള്ള, സ്തുതിക്കാനുള്ള ആ കഴിവ്, ആ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കണമേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. അങ്ങനെ വന്നിട്ട് നാരദ മഹർഷി അങ്ങനെ സ്തുതിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രാവണൻ മേഘനാഥനെ വിടുന്നുണ്ട്. ഇന്ദ്രജിത്ത് മേഘനാഥനെ വധിച്ചു കഴിഞ്ഞിട്ട് ഇന്ദ്രജിത്ത് തന്നെത്താനെ പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് രാവണൻ നേരിട്ട് വരുമ്പം സ്വന്തം സഹോദരൻ മറുപക്ഷത്ത്, ശത്രുപക്ഷത്ത് നിൽക്കുന്നതായിട്ട് കാണും. വാനരന്മാരോടൊപ്പം ലക്ഷ്മണനോടൊപ്പം വിഭീഷണനെ കാണും. വിഭീഷണനെ കാണുമ്പോഴത്തേന് രാവണന് ഭഗവതി സമൂഹ ദേഷ്യം വരും, ബുദ്ധിയെല്ലാം നശിക്കും, മായാസ്ത്രം പ്രയോഗിക്കും. വിഭീഷണൻ സ്വന്തം സഹോദരനെ കൊല്ലാൻ വേണ്ടിയിട്ട് മായാസ്ത്രം പ്രയോഗിക്കുമ്പം ലക്ഷ്മണൻ ഇത് കാണും. ലക്ഷ്മണൻ ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ മുന്നിൽ ചാടും. അങ്ങനെ മായാസ്ത്രത്തെ ലക്ഷ്മണൻ ഏറ്റുവാങ്ങിക്കൊണ്ട് വിഭീഷണനെ രക്ഷിക്കും. ഒരിക്കലും അർജുന, കുന്തിപുത്ര, ഒരിക്കലും എന്റെ ഭക്തന് നാശം സംഭവിക്കുകയില്ല. ലക്ഷ്മണൻ ഭഗവാന്റെ അംശാവതാരമാണ്. ഉത്തരയുടെ ഗർഭത്തിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവിനെ എങ്ങനെ സംരക്ഷിച്ചു, അതേ ഒരു അന്തരീക്ഷമാണ് ഇവിടെയും നമ്മൾ കണ്ടത്. ആ രാവണന്റെ മായാസ്ത്രം നേരെ വിഭീഷണന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ജ്ഞാനവുമില്ല, ഒരു പാണ്ഡിത്യവുമില്ല, പക്ഷെ ഒന്നു മാത്രം കൈമുതലായുള്ള അചഞ്ചലമായ വിശ്വാസവും അചഞ്ചലമായ ഭക്തിയുമുള്ള വിഭീഷണനെ സംരക്ഷിക്കാൻ ലക്ഷ്മണൻ മുന്നിലെടുത്തുക. ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ടു വീണു. അവിടുന്ന് പിന്നെ ഹനുമാൻ ദേവൻ ഔഷധം തേടി പോവുകയാണ്. ഔഷധം തേടി പോകുമ്പം രാവണൻ കാലനേമിയെ ഒരു മുനിയുടെ വേഷത്തിൽ അവരെ നിർത്തി സൽക്കരിച്ചിട്ട് അവിടെ എല്ലാവർക്കും സുഖമായിട്ട് തിരിച്ചു പോകാനൊക്കെ പറയും.
അപ്പോൾ ഹനുമാൻ ദേവന് ദാഹം വന്നിട്ട് അവിടുത്തെ തടാകത്തില് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് ചിന്തിക്കും. അങ്ങനെ ഹനുമാൻ ദേവൻ വെള്ളം കുടിക്കാനിരിക്കുമ്പോൾ ഒരു വലിയൊരു മുതല വാ പിളർന്നുകൊണ്ട് വരും. അങ്ങനെ ആ മുതലയെ വാ വലിച്ചു കീറുമ്പോഴത്തേനും മോക്ഷം കിട്ടും. മോക്ഷം കിട്ടുമ്പം പറയും, ഈ മുതല പറയും, ധന്യമാലി എന്നാണ് എന്റെ പേര്, ആ ഗന്ധർവൻ ധന്യമാലി പറയും, ഒരു അപ്സരസായിരുന്നു ധന്യമാലി, ഗന്ധർവനല്ല, ഒരു അപ്സരസായിരുന്നു. ഒരു മുനിയുടെ ശാപം കൊണ്ടാണ്. അപ്പൊ ധന്യമാലി വാണിഞ്ഞു കൊടുക്കും, നേരത്തെ കണ്ട മുനി അത് യഥാർത്ഥത്തിൽ മുനിയൊന്നുമല്ല, രാവണന്റെ ഒരു മായാപ്രയോഗമാണ്, അത് കാലനേമിയായിരുന്നു എന്ന് പറയും. തിരിച്ച് വളരെ ദേഷ്യത്തോടാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് സമയമില്ല, ആ ഔഷധ സസ്യത്തെ തെരഞ്ഞെടുക്കാനുള്ള സമയമില്ല. അങ്ങനെ മരുത്വമല മുഴുവൻ ആകപ്പാടെ ഒന്നിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാലനേമിയും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. കാലനേമിയുടെ സ്തുതി കാലനേമി ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. പോയോ? ഔഷധാഹരണ യാത്ര, കാലനേമിയുടെ പുറപ്പാട്, ആ ഒരു അധ്യായത്തിലാണ് വരുന്നത്. കാലനേമിയുടെ സ്തുതി. ശ്രീവത്സവക്ഷസം രാമം രമാവരം. കാലനേമിയും ചെന്ന് രാവണനെ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ടും രാവണൻ കേൾക്കുന്നില്ല. അതിന്റെ എല്ലാ കാര്യം നമുക്ക് അവസാനം പിടികിട്ടും. അങ്ങനെ കാലനേമി വളരെ മനോഹരമായിട്ട് സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിരാ വായിക്കാൻ പറ്റും. ശ്രീവത്സവക്ഷസം രാമം രമാവരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം. നെറ്റ് ഇഷ്യൂ ഉണ്ട് എവിടെ? ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. ഓക്കെ, വായിച്ചോളൂ. കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിത്തിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. അതിനെ കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നിത്യഷ്യാണ് ഇവിടെ. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിതം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുവെന്നാകിൽ അങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. എങ്ങനെ ആലോചിച്ച് നോക്കൂ. പറയുകയാണ്, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ ഒരു പരമാത്മൻ, ആ ഭഗവാൻ, ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഭക്ത്യാ ധ്യാനിക്കുക, നിനക്ക് മുക്തി കിട്ടും, മോക്ഷം കിട്ടും. പിന്നെന്താ വീണ്ടും പറയുന്നത്? തച്ചരിതം കേട്ടുകൊള്ളുക, ഭഗവാന്റെ ലീലകൾ, ചരിതങ്ങൾ ശ്രവിക്കുക. അങ്ങനെ കാലം കഴിച്ചാൽ നിനക്ക് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള എല്ലാ പാപങ്ങളും ക്ഷയിച്ചു പോകും. രാവണ, ഞാൻ നിന്നെ ഉപദേശിക്കാം. കേൾക്കുന്നുണ്ടോ റെഡ്മി? നെറ്റ് റെഡിയായോ? എന്നിട്ട് റെഡി ആയിട്ടുണ്ടോ? നെറ്റ് റെഡിയായോ? വായിക്കാൻ പറ്റുമോ? ഓക്കെ, വായിച്ചോളൂ. ഇല്ല, നെറ്റ് ബ്രേക്ക് ആണ് കേട്ടോ. വോയിസ് ബ്രേക്ക് ആണ്. നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഇവിടെ നെറ്റ് ഇച്ചിരി പ്രശ്നമാണ്. ഇപ്പൊ ഓക്കെ ആണ്. വായിച്ചോളൂ. ഓക്കെ ആണോ? ആദ്യം മുതൽ വായിക്കണോ സാറേ? വായിച്ചോളൂ.
ശ്രീവത്സവക്ഷസം രാമം രമാപരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കേ മുക്തനായി വന്നുകൂടും നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമ രാമ രാമാതി സന്തതം രാമ രാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലും ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞ ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനേ ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസീന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ചേരിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിടിനേൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമേടോ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭഗവാനെ എപ്പോഴും സതതം കീർത്തയന്തോ മാം. ഇവിടെ പറയുന്നു ജന്മജന്മാന്തരങ്ങളിലുമുള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോകും നിശ്ചയം. നോക്കൂ, രാമായണവും നമുക്ക് തരുന്ന മെസ്സേജ് ഭഗവാനെ നിത്യവും സ്മരിക്കാനാണ് പറയുന്നത്. ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തൈവ ഗതിരന്യത. ഇതുകൊണ്ട് മാത്രമേ രാവണ രക്ഷയുള്ളൂ. നിന്റെ ജന്മജന്മാന്തരങ്ങളിലുള്ള എല്ലാ പാപങ്ങളും ക്ഷയിച്ചു പോകും. ഇനിയും സമയമുണ്ട് ശരണാഗതി ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കുക. അമൃതമാണ് ഭഗവാന്റെ നാമം, അമൃത തുല്യങ്ങളാണ്. ഏതൊരുവൻ ഭഗവാനെ പറ്റി പറയുന്നുവോ അത് അമൃത തുല്യങ്ങളായിട്ട് എടുക്കണം എന്ന് ഇവിടെ കാലനേമി ഉപദേശിക്കുകയാണ്. എന്നിട്ടും രാവണൻ കേട്ടില്ല. അവസാനം രണ്ട് മക്കളും പോയി തകർന്നു. അവസാനം രാവണൻ വിരളി പിടിക്കുക. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നറിയുന്നില്ല. അങ്ങനെ നേരിട്ട് രാവണൻ ഇറങ്ങി വരുന്നു. രാവണന് വിജയിക്കണം. അങ്ങനെ രാവണൻ ചെന്നിട്ട് ശുക്രാചാര്യരെ കാണും, ഗുരുവിനെ കാണും. നമ്മൾ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. ശുക്രാചാര്യരെ കാണും. ശുക്രാചാര്യരെ ചെന്ന് കണ്ടിട്ട് ശുക്രാചാര്യരോട് പറയും, എന്റെ 2 മക്കളും നഷ്ടപ്പെട്ടു. അന്തരീക്ഷം വളരെ ദുഃഖകരമാണ്. രാവണനെ കാണുന്നത് തലകുനിച്ചാണ് ശുക്രാചാര്യ അടുത്ത് ചെല്ലുന്നത്.
പക്ഷെ ആ വീര്യം കളയുന്നില്ല, ആ ദുർമേധസ് കളയുന്നില്ല, അഹങ്കാരം കളയുന്നില്ല. രാവണൻ പറയുന്നു, എനിക്ക് ജയിക്കണം. ശരണാഗതിയല്ല, എനിക്ക് ജയിക്കണം. അതിനുള്ള മാർഗം, ആ ഉപദേശം കിട്ടാനാണ് ഞാൻ ഇന്ന് അങ്ങയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ശുക്രാചാര്യര് ഉപദേശിക്കും, ഞാൻ നിനക്ക് ആഭിചാര മന്ത്രം ഉപദേശിച്ചു തരാമെന്ന് പറയും. ഹോമം ചെയ്യണം. ആഭിചാര മന്ത്രക്രിയ നടത്തിക്കൊണ്ട് ഹോമം ചെയ്യണം. ഹോമത്തിന് വിഘ്നങ്ങൾ വരാൻ പാടില്ല എന്ന് പറയും. ആ ഹോമം നിനക്ക് പരിപൂർണമാക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല എന്ന് പറയും. അങ്ങനെ വലിയൊരു ഗുഹയുണ്ടാക്കി ആ ഗുഹയ്ക്കകത്ത് ആരും കാണാതിരുന്ന് രാവണൻ ഹോമം തുടങ്ങുകയാണ്, ആഭിചാര മന്ത്രക്രിയകളും. വാനരസൈന്യം ഒന്നാകെ വരികയാണ്. കാര്യം ഹനുമാൻ ദേവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ജാനകി ചോര, നിന്റെ അന്ത്യം ഞങ്ങൾ വാനരന്മാരുടെ കൈകൾ കൊണ്ടായിരിക്കും. അങ്ങനെ വാനരന്മാര് വരുമ്പം രാവണനെ കാണുന്നില്ല. അവിടെ ഒരാള് ഈ വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കും രാവണൻ എവിടെയാണെന്നുള്ളത്. ആരാന്ന് പറയാൻ പറ്റുമോ? വിഭീഷണന്റെ ഭാര്യ എവിടെ ഉണ്ട്? സരമ. സരമ പറയും, ഇന്നിടത്ത് രാവണൻ ഇരിപ്പുണ്ട്, ഗുഹയ്ക്കകത്താണ്, ആഭിചാര മന്ത്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹോമം ചെയ്തുകൊണ്ടിരിക്കുക, വിജയിക്കാൻ വേണ്ടി. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്, രണ്ട് മുഖം. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ഏതൊരു ശത്രുവും ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശത്രുവിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് ഒരാൾ കാണും. രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യും. ആ രാജ്യം തോൽവിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ചാരൻ ആ ജയിച്ച രാജ്യത്തിന് വേണ്ടിയിട്ട്. ഇത് വേറൊരു ഭാഗം. അങ്ങനെ വിഭീഷണൻ ഇനി വരുന്നത് ആത്മീയമായിട്ടാണ്. അങ്ങനെ വിഭീഷണന്റെ ഭാര്യ പറഞ്ഞു കൊടുത്ത പ്രകാരം ഹോമം ഗുഹ കണ്ടു, രാവണനെയും കണ്ടു. ഹോമം എങ്ങനെയും തടസ്സപ്പെടുത്താൻ വേണ്ടി വാനരന്മാർ എല്ലാ ക്രിയകളും അവിടെ ചെയ്യും, ബഹളങ്ങളെല്ലാം ഉണ്ടാക്കും. അപ്പം അവിടെ അവസാനം വാനരന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? മണ്ഡോദരിയെ പിടിക്കും. മണ്ഡോദരി ഉപദ്രവിക്കാൻ തുടങ്ങും, രാവണന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പം മണ്ഡോദരി ദീനരോധനമാണ് മണ്ഡോദരി പുറപ്പെടുവിക്കുന്നത്. എന്നിട്ട് രാവണന്റെ അടുത്ത് പറയും, രാവണ, നിനക്കെല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ മക്കളെ നഷ്ടപ്പെട്ടു, നിന്റെ രാജ്യം നഷ്ടപ്പെട്ടു, എന്നിട്ടും നീ ഈ കാമാസക്തി കൊണ്ടിരിക്കുകയാണ്. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ലക്ഷ്മി ദേവിയെ ശ്രീരാമചന്ദ്ര പ്രഭുവിന് തിരിച്ചു കൊടുക്കുക. നോക്കൂ, നിന്റെ ഭാര്യയാണ് ഉപദ്രവിക്കുന്നത്. ഭാര്യയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ എന്ത് ഭർത്താവാണ് നിങ്ങളെന്ന്. നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോൾ രാവണന് മനസ്സിളകും. രാവണൻ അവിടെ നിന്ന് എഴുന്നേക്കും ഈ വാനരന്മാരെ ഓടിക്കുവാനായി. അവിടെ ഘോരമായ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഘോരമായ യുദ്ധത്തിന്റെ ഫലമായിട്ട് അവിടെ ചോരപ്പുഴയൊഴുകും. രക്തപങ്കിലമാകുമ്പോഴത്തേക്ക്
ആ ഹോമഭൂമി അല്ലെങ്കിൽ ഹോമത്തിന്റെ പ്രദേശം അതിന് എന്ത് ചെയ്യും? ശുദ്ധിയില്ലായ്മ വരും. ആ ശുദ്ധി നഷ്ടപ്പെടും, മലീമസമാകും. അങ്ങനെ ഹോമത്തിന് വിഘ്നം കൊണ്ട് ഇതിനകത്ത് 1-2 കാര്യങ്ങളാണ് നമുക്ക് എത്ര അറിവുണ്ടാണെങ്കിലും എത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും എത്ര പണം ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഭഗവാന്റെ അനുകമ്പ ഇല്ലെങ്കിലോ ഭഗവാന്റെ സംരക്ഷണ ഇല്ലെങ്കിലോ ഭഗവാന്റെ സ്നേഹമില്ലെങ്കിലോ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അപചയം, അഹങ്കാരത്തിന്റെ തോൽവി വരുന്നത്. എത്രയോ പണമുള്ളവരുണ്ട്, ഒരു നേരത്തെ ആഹാരം പോലും അവർ കഴിക്കാൻ പറ്റത്തില്ല. കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിക്കരുതെന്ന്. 1 ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ എല്ലാവർക്കും. അവിടെ ഒന്നും പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്കെല്ലാം അവസാനം ആ കുടുംബത്തിന് ദോഷമേ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുകയും. ഇവിടെ രാവണന് ഇത്രയും പേര് ഉപദേശിച്ചിട്ടും രാവണന്റെ ക്രോധാഭവതി സമൂഹം, ആ ഭക്തിയില്ലായ്മ മൂലം അല്ലെങ്കിൽ ആ ഭഗവാനെ തിരിച്ചറിയാത്തത് മൂലം ആ അജ്ഞത കൊണ്ടിട്ട് ഭഗവാനോട് വീണ്ടും വീണ്ടും എതിരിടാനാണ് നിൽക്കുന്നത്. നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ജ്യോത്സ്യൻ അറിവുള്ള ജ്യോത്സ്യനാണെങ്കിൽ ആദ്യം നമ്മളെ പറ്റി നോക്കുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്ന വഴികൾ സ്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ടോ എന്ന് പരിശോധിക്കും. ഒരേ ഒരു കാര്യം. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജ്യോത്സ്യൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കത്തില്ല. നല്ല ജ്യോത്സ്യനാണ്. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം കൊണ്ട് ഒരുപാട് ക്രിയകൾ ചെയ്യാൻ പറ്റുമായിരിക്കും, ഒരുപാട് ഹോമങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കാം, ഒരുപാട് തേങ്ങകൾ ഉടയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പരിപൂർണമായ വിജയം ഉണ്ടാവും. അത് ഇല്ലെന്ന് കണ്ടു കഴിയുമ്പോൾ ജ്യോത്സ്യം പറഞ്ഞയക്കും 1 മാസം കഴിഞ്ഞിട്ടും കുറെ മന്ത്രങ്ങൾ കൊടുത്തങ്ങോട്ട്. അതിൽ കൂടുതലും ഇത് തന്നെയായിരിക്കും. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം രാവിലെ എഴുന്നേറ്റ് ജപിക്കൂ, വൈകിട്ട് എഴുന്നേറ്റ് ജപിക്കൂ. രാവിലെയും വൈകിട്ട് 1 മാസം ജപിക്കൂ, ജപിച്ചിട്ട് തിരിച്ചു തരാം. ഇവിടെ കലിയുഗത്തില് വിഷ്ണു സഹസ്രനാമത്തിനും പ്രസക്തിയില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, കലിയുഗത്തില് വിഷ്ണു സഹസ്രനാമത്തിനും പ്രസക്തിയില്ല. കലിയുഗത്തില് ഒരേ ഒരു മന്ത്രത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഇത് ഷോഡശനാമം 16 അക്ഷര മന്ത്രമാണ്. ആ ഒരു മന്ത്രത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം നിരന്തരം ജപിക്കുമ്പോൾ നമുക്ക് ഈശ്വരാധീനമുണ്ട്. ഈ ഈശ്വരാധീനം നമുക്ക് ഉണ്ടായതിന് ശേഷം നമ്മൾ ഏത് ഹോമമോ ഏത് യാഗമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കാര്യം അതിന് പരിപൂർണമായ വിജയം. ഈ മന്ത്രം ഉപേക്ഷിച്ചിട്ട്, കാര്യം രാമായണം തരുന്ന ഉപദേശം ഇതാണ്, ഭാഗവതം തരുന്ന ഉപദേശം ഇതാണ്, ഭഗവത്ഗീത തരുന്ന ഉപദേശം ഇതാണ്. പിന്നെ ആരാ ഈ ഉപദേശം തരാത്തത്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടാ വഴിപിഴച്ചു പോയത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് സദ്ഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ശരണം. ഇതാണ് രാമായണം പഠിപ്പിക്കുന്നതും. രാമായണത്തിന്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ശരണാഗതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ സ്തുതികളിലൂടെ എല്ലാം നമ്മൾ പോയി കഴിഞ്ഞു. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ശരണാഗതി. ഇത് മാത്രമേ ശരണാഗതി, ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഗതി ഉണ്ടാകത്തുള്ളതാണ് ശരണാഗതി.
ശരണം ഗതി. ശരണമില്ലാതെ ഗതിയില്ല. ഓ, ചിലർ പറയും ഓ ഒരു ഗതിയും ഇല്ല. എന്തുകൊണ്ടാ? ശരണം ഇല്ലാത്തോണ്ടാ ഗതി ഇല്ലാത്തത്. ഇത്രയേ ഉള്ളു കാര്യം. ഭഗവത് ശരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിനെയാണ് ശരണം എന്ന് പറയുന്നത്. ആ ശരണം, ആ ശരണാഗതി നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ സന്ദേശം എന്താണ്? നാമജപം. ശരണാഗതി രാമായണത്തിന്റെ രണ്ടാമത്തെ സന്ദേശം നാമജപം. നിത്യവും ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാനാണ് പറഞ്ഞത്. നാമജപം ആണ് രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത്തെ സന്ദേശം എന്താ? മുക്തി. ഇത് രണ്ടും ചെയ്യുമ്പോൾ നിനക്ക് ഇഹലോകത്തിലും പരലോകത്തിലും വ്യസനങ്ങളിൽ നിന്നുള്ള, വിഷമങ്ങളിൽ നിന്നുള്ള, പ്രതിസന്ധികളിൽ നിന്നുള്ള മുക്തി നിനക്ക് കിട്ടും. ഇതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. വേറൊന്നുമല്ല രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിപൂർണമായി മനസ്സിരുത്തി അർത്ഥം ഉൾക്കൊണ്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ 3 സന്ദേശം നമുക്ക് പിടികിട്ടും. ഇവിടെ വീണ്ടും രാമായണത്തിന്റെ ഹോമവിഘ്നത്തില് ഒരു ഉപദേശം വരുന്നുണ്ട്. ദശാവതാരം വളരെ മനോഹരമായിട്ട് അവിടെ പറയുന്നുണ്ട്. രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയെങ്കിലെന്ന് ധരിക്ക നീ എന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈഭസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രം മദനകാലേ പുര ഘോരമാം മന്ദരം പൃഷ്ഠോധരിച്ചതും. എത്രയെത്ര അവതാരങ്ങൾ എന്ന് പറയുകയാണ്. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശുപതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണ് ബലിയോട് യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നൊരു അസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പരശുരാമ അവതാരത്തെ പറ്റി പറയുന്നു. പിന്നെന്താ? പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി. നോക്കൂ, ഈ രാമൻ, ഈ സാക്ഷാൽ വിഷ്ണുവാണ് ദശരഥന്റെ പുത്രനായി ജനിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ സ്മരിക്കേണ്ടത്. പിന്നെ വീണ്ടും നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്ന് ധരിക്ക നീ. നിന്നെ ഇപ്പോൾ ഇവിടെ ഒരു നിയോഗമുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ വന്നതിന് നിന്നെ വധിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. രാമായണം ഇന്ന് നമ്മൾ അവസാനിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. രാമായണത്തിന്റെ ഓരോ വരികളും വായിച്ചു കഴിയുമ്പം ശരണാഗതിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. നാമജപം അത് പ്രാധാന്യതയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഒബ്ജക്ഷൻ യുവർ ഓണർ ആരംഭിക്കുന്നു. ഹരേ കൃഷ്ണ. ആദ്യമേ തന്നെ ആതിര, വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ രാമായണം വായിച്ചു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഒബ്ജക്ഷൻ യുവർ ഓണർ രാജീവ് പ്രഭു. മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജീവ് പ്രഭുവിന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാജീവ് പ്രഭുവിന്റെ അടുത്ത് ആദ്യം ചോദിച്ചു. എന്നാലും അഭിപ്രായങ്ങൾ ഇന്ന് പോയ വളരെ ഭംഗിയായിട്ട് കീർത്തനൊക്കെ വളരെ ഭംഗിയായിട്ട് രാമായണ പാരായണം മാതാജി വളരെ ഭംഗിയായിട്ട് ചെയ്തു. വളരെ സന്തോഷം. കാര്യം ആ ഒരു ഈണത്തിൽ കേൾക്കുമ്പം ഒരു ഭക്തിയും കൂടെ നമുക്ക് ഒരു ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ബ്രോ. മാതാജി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും നന്നായിട്ട് പാരായണം ചെയ്തു എന്നുണ്ട് വേറെ മാതാജി. അതും വളരെ നന്നായിട്ടുണ്ട്. കേൾക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച. ഹരേ കൃഷ്ണ. എന്നാലും വായിച്ച ഭാഗങ്ങൾ കൂടെ നമുക്ക് പറയാം. എല്ലാവർക്കും പറയാം. വായിച്ച ഭാഗങ്ങൾ എന്നെ ഹൃദയത്തിൽ തട്ടിയ ഭാഗം ഇതാണെന്ന് പറയാം. രാമായണത്തിലെ വരികൾ പറയണ്ടാണെന്നില്ല. മനസ്സിലാക്കിയ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിച്ചാൽ മാത്രം.
പറയാം. ഹരേ കൃഷ്ണ. ശില്പമാതാജി എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് ജയപ്രകാശ് പ്രഭുവിന്റെ അടുത്തോട്ട് പോകാം. രാമായണം 3 പേരുടെ റോളാ എടുക്കേണ്ടത്. പനിഷ്മെന്റ്. രാമായണത്തില് പ്രഭു പറഞ്ഞ പോലെ ശരണാഗതിയും പിന്നെ നാമജപം ആണ് പ്രാധാന്യം. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവിതം നയിക്കേണ്ടത്, ധർമ്മത്തിൽ പിടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എല്ലാ കാര്യത്തിലും ധർമ്മമായിരിക്കണം ഏറ്റവും മുന്നിൽ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ശ്രീരാമൻ. സോ എനിക്ക് തോന്നുന്ന ഞാൻ ഹനുമാൻ സ്വാമിക്ക് ഒരു ചെറിയ 2 വരി പാടാം. തീർച്ചയായിട്ടും. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. അതിന് മുന്നേ ഞാൻ കുറച്ച് ഫസ്റ്റ് ഭാഗം ഒന്ന് വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാർ. പ്രഭു രാമചന്ദ്ര കേ ദൂത ഹനുമന്ത ആഞ്ജനേയ. പ്രഭു രാമചന്ദ്ര കേ ദൂത ഹനുമന്ത ആഞ്ജനേയ. ഹേ പവന പുത്ര ഹനുമന്ത ബലഭീമ ആഞ്ജനേയ. ഹേ പവന പുത്ര ഹനുമന്ത ബലഭീമ ആഞ്ജനേയ. ബലഭീമ 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 ആഞ്ജനേയ. ബലഭീമ ആഞ്ജനേയ ബലഭീമ ആഞ്ജനേയ. प्रभु रामचंद्र के दूता हनुमंत आंजनेय. जय हो जय हो जय हो आंजनेय. जय हो जय हो जय हो आंजनेय. श्री राम जय. മ്യൂട്ടാണ് പ്രഭു. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായി. ആദ്യം നമ്മൾ ചെല്ലേണ്ടതായിരുന്നു രാമായണം തുടങ്ങുന്നതിന് മുമ്പ്. എങ്കിലും അത് അവസാനം ചൊല്ലാൻ മാതാജി ഓർമ്മിച്ചല്ലോ, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഇത് ഇനി നമ്മൾ
ജയപ്രകാശ് പ്രഭുവിന്റെ അടുത്തോട്ട് വേണം ഇന്ന് നമ്മുടെ ഭാഗങ്ങളെ പറ്റി ജയപ്രകാശ് പ്രഭു പറയും. 3 പേരുടെ റോൾ എടുക്കണം. ഹരേ കൃഷ്ണ. കുറച്ച് ലേറ്റായി. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു 3 പേരുടെ റോൾ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാലും ഇന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയത് നാരദസ്തുതിയാണ്. അത് ആതിര മാതാജി വളരെ ഭംഗിയായി പാടി. അത് വളരെ ഗഹനമായിട്ട് തന്നെ അത് മനസ്സിലാക്കാനും പറ്റിയെന്നുള്ളത് മാതാജിക്ക് നന്ദി. ഒപ്പം കർക്കിടക മാസത്തിൽ മുഴുവൻ ദിവസവും പാരായണം ചെയ്യുന്നതിന് തുല്യമായി 4 ദിവസം കൊണ്ട് ഞങ്ങളെ പാരായണം ചെയ്യിപ്പിച്ച പ്രഭുവിന് നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദങ്ങളും കൊണ്ട് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാനൊന്നും ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. ഹരേ കൃഷ്ണ. എനിക്കും ഇതൊരു വേറിട്ട അനുഭവമാണ് രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭു കി ജയ്. ശ്രീല പ്രഭുപാദ കി ജയ്. ഞാന് സുരേഷ് ഗോപിന്റെ അടുത്തോട്ട് വരിക. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താണ് പറയാ, ഭക്തിപ്രദം, സന്തോഷപ്രദം, ഒരുപാട് സന്തോഷം. അത്രയാണ് പറയുന്നത്. അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ലല്ലോ. അത് കേൾക്കുമ്പോഴുള്ള ആ ഒരു നമ്മുടെ പ്രജ്ഞയിലെത്തുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതാണ്. ഒരുപാട് സന്തോഷം. എല്ലാ യുഗത്തിലും നോക്കൂ, ജയപ്രകാശ് പറഞ്ഞതിന്റെ കൂട്ടം നാരദ സ്തുതി നമ്മൾ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, മനസ്സിനെ പിടിച്ച് നിർത്തുന്നതാണ് ആ സ്തുതി. എത്ര സമയം പോയി കഴിഞ്ഞാലും ഇന്ന് നാരദ സ്തുതി ചരണമെന്ന് എനിക്കുണ്ട്. അത്രയും പ്രധാനമാണ് നാരദ. സുശീൽ പ്രഭു വരുന്നതിന് മുമ്പിട്ട് ഭാസ്കരൻ പ്രഭു പറഞ്ഞു. വിസ്മയ പ്രഭു, പ്രഭുവിന്റെ പാരായണം കേൾക്കാൻ സാധിച്ചതിൽ തന്നെ നമ്മൾക്ക് വളരെയധികം നന്ദിയുണ്ട് പ്രഭു. കാരണം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കഥകൾ, ചരിതങ്ങൾ എന്ന് പറയൂ പ്രഭു. ചെറിയൊരു തീർപ്പ്. ആ പ്രഭു, അത് കേൾക്കാൻ സാധിച്ചത് തന്നെ നമ്മളെല്ലാ ഡെവോട്ടികളും അതിന് ഭാഗ്യവാന്മാരാണ്. ഇവിടെ ഒരു കാര്യം ലാസ്റ്റിൽ പറയാനുണ്ടായിരുന്നത്, എല്ലാരും നമ്മുടെ വിഭീഷണനെ പറ്റി, വിഭീഷണന് രാജ്യവും കിട്ടുമല്ലോ, വിഭീഷണ രാജാവുമാക്കുന്നുണ്ട്. രാവണന്റെ ഹോമത്തിന് വിഘ്നങ്ങളും പോകുന്നുണ്ട്. നോക്ക്, 108 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളുടെ വേദ പണ്ഡിതനാണ്, സ്കോളറാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ മനോഹരമായ ഒരു ശ്ലോകം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ഭാഗവത്തില് നാഗം തിഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു തത്ര തിഷ്ടാമി നാരദ എത്ര ഗായന്തി മത്ഭക്ത. ഞാന് വേദം പഠിച്ചവരുടെ അടുത്തല്ല ഉള്ളത്, ഞാൻ വൈകുണ്ഠത്തിലല്ല ഉള്ളത്, ഞാൻ യോഗികളുടെ അടുത്തുമല്ല. പിന്നെന്താ? എത്ര ഗായന്തി മത്ഭക്ത, എന്നെ സ്മരിക്കുന്നവരുടെ അടുത്താണ്. ഇപ്പം വേദപാണ്ഡിത്യം കൊണ്ട് എന്താ? വിഭീഷണൊന്നും അറിയത്തില്ല. രാമായണം വായിച്ചു കഴിയുമ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അറിവ് നേടാൻ പോകണം, പക്ഷെ ആ അറിവ് ഭഗവാനിലേക്കുള്ള വഴിയായിരിക്കണം. ഭഗവാനിൽ വേർപെട്ട് പോയിട്ട് ആയിരിക്കരുത്. നമ്മൾ കണ്ടുവരുന്ന അങ്ങനാണ്. പ്രസംഗത്തിൽ വരും, കുറച്ചു നാൾ കഴിയുമ്പോൾ വളരെ താല്പര്യം ഉണ്ടാവും. താല്പര്യം ഉണ്ടായി വരുമ്പോൾ മറ്റു കാര്യങ്ങൾ കുറച്ചും കൂടെ പഠിക്കാൻ തോന്നും. പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സംഘടനകളിലോട്ടല്ല മറ്റുള്ളിടത്തോട്ട് പോകും. അവസാനം വഴി പിരിഞ്ഞു. ഞാൻ ജപിക്കുന്നുണ്ടെന്ന് പറയും, ഞാൻ കൃത്യമായിട്ട് ജപിക്കുന്നുണ്ട്. പിന്നെ ഈ കോപ്പി ഫോർവേഡ് മെസ്സേജ് മാത്രമേ കാണത്തുള്ളൂ. ആ അറിവ് അല്ല അറിവ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ ഭഗവാനെ പറ്റി അറിയാനാണ് പോകുന്നെന്നുള്ള ബോധം നമുക്കുണ്ടായി. ഹരേ കൃഷ്ണ. സുശീൽ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി നന്നായിട്ട് വായിച്ചു, ശില്പ മാതാജി നന്നായിട്ട് പാടി.
ഇതാണ് നമ്മുടെ വിജയ. രാമായണം ഇൻക്ലൂസീവ് ആണ്. മൂന്നാമത്തെ പോയിന്റ് കൂടെ പറയണം. ഇതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. രാമായണം ഇൻക്ലൂസീവ് ആണ്. രാമായണം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, വൃത്തിയാണ്, ഇൻക്ലൂസീവ് ആണ്. രാമരാജ്യം കി ജയ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹരേ കൃഷ്ണ. ഇത് തന്നെ ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് രാമരാജ്യമാണ് വേണ്ടതെന്നുള്ളത്. ക്ലിയർ ആയിട്ടാ മഹാത്മാഗാന്ധി പറഞ്ഞത്. ഗാന്ധിജി അങ്ങനെയല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഗാന്ധിജി അങ്ങനെ. മഹാഭാരതം എന്ന് പറഞ്ഞില്ല ഗാന്ധി. ഇല്ല, രാമരാജ്യം ക്ലിയർ ആയിട്ട് ഇൻക്ലൂസീവ് ആണ്. അതെ. അച്ഛൻ എവിടെ? അച്ഛൻ ഹൈഡായി. അച്ഛനില്ലല്ലോ ഇന്ന്. അച്ഛൻ നാട്ടിലാകട്ടോ. ദിനാഘോഷം ആശംസിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യത്തെ സ്മരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം എനിക്ക് ഇന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. 7ാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് ഗാന്ധി പീസ് ഇതിനകത്ത് ഭാഗമായിട്ട് കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളില് ഗാന്ധിജി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്നതിനെ പറ്റി ഒരു പ്രസംഗത്തിൽ മത്സരം ഉണ്ടായി. അപ്പൊ അന്നേരമാണ് അത് കൃത്യമായിട്ട് ആ സന്ദേശം വായിക്കാനും പഠിക്കാനും മനസ്സിലായ രാമരാജ്യം. അത് പഠിക്കാൻ സാധിച്ചത് ഒരു ഇംഗ്ലീഷുകാരൻ കൊണ്ടിട്ടാണ്. ഫ്രീഡം ഇൻ മിഡ് നൈറ്റ്, മർദ്ധരാത്രിയിൽ മലയാള പരിഭാഷയുണ്ട്, കിട്ടും പബ്ലിക് ലൈബ്രറിയിൽ. നമുക്ക് ഇന്നും ആ പുസ്തകം കിട്ടും. അതൊന്നും ഇപ്പൊ സ്ഥാനമില്ല. മഹാത്മാഗാന്ധിക്കും സ്ഥാനമില്ല, ആർക്കും സ്ഥാനമില്ല. കലിയുഗത്തിന്റെ ആരംഭം. പക്ഷേ നമുക്ക് മിച്ചമായിട്ടുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്ര നാമജപം അല്ലേ ജയപ്രകാശ് പ്രഭു? ജയപ്രകാശ് പ്രഭു കേട്ടില്ല.